So Pastor asked me to take the Sunday school this morning, and I'm reading a Bible on a regularly basis, and I was going through I'm reading the Song of Solomon now, but the topic that struck my mind is something, I don't know whether you heard about it or you knew about it. Just thought of to share some thoughts. This is a very vast subject. വളരെ വിശദമായി മണിക്കൂറുകളും ആഴ്ചകളും ഓരോ ടോപ്പിക്കും എടുത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ പാസ്റ്റർ 18 വർഷത്തെ ശുശ്രൂഷ കാലങ്ങളിൽ അദ്ദേഹം ഈ ടോപ്പിക്കുകൾ എടുത്തു കാണുമായിരിക്കും. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, ബട്ട് ഹൗ മെനി ഓഫ് യു നോ ദ വേർഡ് കവനൻറ്റ്? ഉടമ്പടി എന്നൊരു പദം നിങ്ങൾ എത്ര പേര് വചനത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്? എത്ര പേര് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ഇത് ബൈബിളിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, സോ ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് എ ഡീറ്റെയിൽഡ് പാർട്ട് ഓഫ് ദാറ്റ് കവനൻറ്റ്. സോ ദി ടോപ്പിക് ഈസ് ഗോഡ്സ് കവനൻറ്റ് റിലേഷൻഷിപ്പ്, ദൈവത്തിൻ്റെ ഉടമ്പടി ബന്ധം. ആൻഡ് ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 to 9, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Okay, അവിടെ നിൽക്കട്ടെ. Okay, this is a very familiar passage to all of us. I'm not going to talk or give any exposition on this one. Let me ask you a question. Again, as I told you that this particular word, the covenant, ഉടമ്പടി എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നൊരു കാര്യമാണ്. Another topic is a dispensation, യുഗങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്കുണ്ട്. അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഏത് യുഗത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും. യുഗങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 7 യുഗങ്ങളുണ്ട്. വി ആർ ഇൻ ദ ലാസ്റ്റ് ഡിസ്പെൻസേഷൻ. അത് കൃപായുഗമാണ്. അതിനൊരു ടൈം ഫ്രെയിം പറഞ്ഞിട്ടില്ല. ദർ ഇസ് നോ ടൈം ഫ്രെയിം. ഓൾ ദ പ്രീവിയസ് ഡിസ്പെൻസേഷൻ ആസ് എ ടൈം ഫ്രം സ്റ്റാർട്ടിങ് ആൻഡ് ടു ദ എൻഡ്. ആൻഡ് ഗ്രേസ്, ഈ കൃപായുഗത്തിൻ്റെ സമയം അവസാനിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ സഭ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോഴാണ്. ഓക്കെ, സഭ എടുക്കപ്പെടുന്നത് when the rapture take place, that dispensation is over. So ഈ വചനത്തിൽ where do we see the first covenant in the scripture? ആദ്യത്തെ ഉടമ്പടി നമ്മൾ എവിടെയാണ് കാണുന്നത്? Okay, good. Somebody know about that one. Genesis chapter 9 verses 1 to 17 is the first explicit reference to a covenant in the scripture. Took after the flood. ജലപ്രളയത്തിന് ശേഷം അന്ന് ഭൂമിയിലുണ്ടായിരുന്ന ഏക കുടുംബം നോഹയും കുടുംബമാണ്. ഓക്കെ, ദൈവം അവരോട് ചെയ്ത ഒരു ഉടമ്പടിയാണ് നമുക്ക് ആദ്യമായിട്ട് ബൈബിളിൽ കാണുന്നത്. ദ ഹീബ്രു വേർഡ് ഫോർ കവനൻറ്റ് ഈസ് ബെറിത്ത്, BERITH. അതിൻ്റെ അർത്ഥം, ദ മീനിങ് ഈസ് ബോണ്ട്. ഓക്കെ, ബോണ്ട്, ഒരു ബന്ധം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എ കവനൻറ്റ് ഈസ് എ ബൈൻഡിങ് റിലേഷൻഷിപ്പ് റൂട്ടഡ് ഇൻ എ കമ്മിറ്റ്മെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് പ്രോമിസസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. അതായത് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഒരു ബന്ധമാണ്. ബന്ധത്തിൽ ബോണ്ടിങ് റിലേഷൻഷിപ്പാണ്. 2 പേര് തമ്മിലുള്ളതായ ഒരു ബോണ്ടിങ് റിലേഷൻഷിപ്പാണ്. അതിൻ്റെ ആഴം ഇസ് റൂട്ടഡ് ഇൻ എ കമ്മിറ്റ്മെൻറ്റ്. അതിനകത്തൊരു സമർപ്പണമുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് പ്രോമിസസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ദർ ഇസ് പ്രോമിസസ്, അറ്റ് ദ സെയിം ടൈം ദർ ഇസ് ആൻ ഒബ്ലിഗേഷൻസ്. ഇപ്പം 2 വ്യക്തികൾ തമ്മിൽ ഒരു ഉടമ്പടിയിൽ പ്രവേശിച്ചാൽ അതിനകത്തൊരു വാഗ്ദാനമുണ്ട്, അപ്പോൾ തന്നെ മറുഭാഗത്തൊരു കടപ്പാടുമുണ്ട്. ക്ലിയർ? ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ദ കവനൻറ്റ് ഈസ് ഓൾ അബൌട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ്
again, between individuals. This covenant can be between two individuals. Reference Genesis chapter 21, verses 27, where Abraham made a covenant with Abimelech. Okay? വാക്യം വായിച്ചു പോകാൻ എനിക്ക് സമയമില്ല. ഈ വാക്യം നിങ്ങൾ എടുത്തിട്ട് പിന്നെ പോയി പഠിച്ചു നോക്കണം. അവിടെ Genesis chapter 21, verse 27 says that Abraham then gave some of his sheep, goats and cattle to Abimelech, and they made a treaty. That's a New Living Translation. When you read in a different translation, you see a different way. അവിടെ അബ്രഹാമും അബിമേലെക്കും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉടമ്പടി ചെയ്യുന്നു. അപ്പം കവനൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ two people, two individuals, or the whole nation. അത് നമുക്കിപ്പോൾ ഈ പൊളിറ്റിക്കലി വി ക്യാൻ സീ ദാറ്റ്. ഓക്കെ, ദ റൂളേഴ്സ്, presidents, prime ministers, when they go to visit other countries, they make a treaty there or covenant there. So, in the Bible, we can see a treaty there or a covenant there. Joshua, book of Joshua, chapter 9, verses 15 to 18, when you read that one, there's a group of people came to Joshua. They pretended as if they are coming from a far, far country. When they left their home, the clothes were new, brand new clothes, brand new shoes. Food were so fresh, but after a long walk, everything became old. So, poor Joshua believed these people are innocent and sincere and truthful. So there, Joshua made a treaty with that group of people, that's a nation. See what I'm saying? So the bond, the covenant can be between the peoples, between the whole nation, or God and human. ദൈവവും മനുഷ്യനുമായിട്ടും ഉടമ്പടിയുണ്ട്. Okay? So the covenant relationship calls for faithfulness and make peace and harmony possible. അപ്പോൾ ഈ ഉടമ്പടി ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നത് വിശ്വസ്തത ഉണ്ടായിരിക്കണം, സമാധാനമുണ്ട്, അപ്പോൾ തന്നെ ഐക്യതയുമുണ്ട്. ഇതാണ് ഇതിൻ്റെ ആന്തരികമായ വിഷയം. രണ്ട് വ്യക്തി തമ്മിലോ ഒരു രാജ്യം തമ്മിലോ ദൈവവും മനുഷ്യനുമായിട്ടോ ഒരു ഉടമ്പടിയിൽ പ്രവേശിച്ചാൽ അതുകൊണ്ട് ഉണ്ടാകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനം വേണം, ഐക്യത വേണം, വിശ്വസ്തരുമായിരിക്കണം. That means when you read the book of Genesis chapter 15, God entered into a covenant with Abraham. Okay? So we'll come to that one. I don't have enough time to go on that one. Then I'll give you one clue what I got it the other day. Then I'll go into that one. So, the covenant relationship that God established and developed with these people may be the most important theological theme in the Old Testament. പഴയ നിയമത്തിലെ വേദശാസ്ത്രപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് ഈ കവനൻറ്റ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇത് പുതിയ നിയമത്തിൽ നിങ്ങൾ ഇത്ര ഒന്നും കാണുന്നത്. പുതിയ നിയമത്തിൽ ആകെ ഒരു ഉടമ്പടിയേ ഉള്ളൂ. ഏത് ഉടമ്പടിയാണ്? കർത്താവിൻ്റെ ഉടമ്പടി. ഇത് പുതിയ നിയമത്തിൽ എൻ്റെ ഈ രക്തം എൻ്റെ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയാണല്ലോ, അത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, സോ ദ കവനൻ്റ് തീം ബിഗിൻസ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് വിത്ത് നോവ, ആസ് വി സോ ദാറ്റ് വൺ. ജലപ്രളയം കഴിഞ്ഞപ്പോൾ പെട്ടകത്തിന് പുറത്ത് വന്ന് നോഹയെയും കുടുംബത്തെയും കർത്താവ് നിർത്തിക്കൊണ്ട് ഒരു ഉടമ്പടി ചെയ്തു. ഓക്കെ, സ്ലോലി റീഡ് Genesis chapter 9, verses 1 to 17. And God made a covenant with the whole creation. It's not only with Noah and his children, with the whole creation. Even though everything was destroyed, all the trees were gone, everything was clean. Now God made a covenant with Noah. Not only with him, the whole creation. Okay? When you read chapter 9 of Genesis, if I had the time, I could go with word by word and give that one, but I have to go fast. You can see that it is with the livestock, creation, everything it is there, okay, for the generations. Then another covenant is coming with Abraham. Okay? Covenant with Abraham. Covenant relation with Abraham and his
family. ഇവിടെ അബ്രഹാമുമായിട്ട് നോഹയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ നീ ഒരു അടയാളം കൊടുത്തു. വാട്ട് ഈസ് ദ സൈൻ ഓൺ ദാറ്റ് വൺ? മഴവില്ല. ഓക്കെ, വില്ലെന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ റെയിൻബോ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എ കവനന്റ് സൈൻ ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ടു ദം. ബട്ട് വെൻ ഗോഡ് മേഡ് എ കവനന്റ് വിത്ത് ഏബ്രഹാം, ഹി ഗേവ് എ സൈൻ. യു നോ വാട്ട് ഈസ് ദാറ്റ്? No. What is the sign of God's covenant with Abraham? Circumcision, പരിച്ഛേദന. Genesis chapter 17 verses 9 to 14. Quickly read that one. So, നിങ്ങൾ അറിയണമല്ലോ ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ എന്നുള്ളത്. Yeah. മതി ബാക്കി പിന്നെ വായിച്ചാൽ മതി. നിങ്ങളിൽ, അപ്പോൾ ഇത് ദൈവം ചെയ്ത ഒരു അടയാളം, ഒരു ഉടമ്പടിയാണ്. അത് ആര് തമ്മിലാണ്? നീയും സന്തതികൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ സന്തതിയും. ദെൻ ആഫ്റ്റർ ദ ഹോൾ ജനറേഷൻ. ഓക്കെ, ബിഫോർ ദാറ്റ് ഗോഡ് എൻറ്റേർഡ് ഇൻ ടു എ കവനൻറ്റ് വിത്ത് എബ്രഹാം, വിച്ച് യു റീഡ് ഇൻ ചാപ്റ്റർ 15. Genesis chapter 15 is a chapter that God's covenant with Abraham. That itself I can talk few hours. Abraham's call and the covenant with Abraham and everything. Okay, I will come to one point. You may not agree with me, but that is what I recently got it. I'll tell you that in a little bit. Okay, so when God made the covenant with Abraham, he is alone. God called him alone. But he promised what? What are the things that God promised to Abraham? He promised a land. He promised rulers. And these promises formed the basis for the covenant God later made with his people. അബ്രഹാമുമായിട്ട് ദൈവം ചെയ്ത ആ ഉടമ്പടിയിൽ തനിക്ക് ദേശം കൊടുത്തിട്ടുണ്ട്, സന്തതിയെ കൊടുത്തിട്ടുണ്ട്, രാജാക്കന്മാരെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പിന്നീട് ദൈവം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ ജനം മുഴുവനായിട്ടൊരു ഉടമ്പടിയിൽ പ്രവേശിക്കുക. Are you with me? You follow that? Okay. Genesis chapter 15, when you read that one, God is entering into a conversation with Abraham. Abraham അവിടെ നിന്ന് വളരെ very sadly say that, I am a very rich man. I can go a little bit things more than that from the chapter 12, but I'm not going to go there. Say, I am without childless. I don't have any children. All the property, everything that I own who is going to get it? Eliezer. Okay? Then God told him, no, he is not going to get it. He is not the heir of this whole property. You will get a son. You will get a son. He will be the one. How do I know that? നമ്മളാണ് ചോദിക്കത്തില്ലേ? 75-85 വയസ്സുള്ള മനുഷ്യൻ നിന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ഇത് അറിയുന്നത്? ഞാൻ ഇത്രയും പ്രായമായി. God took him to outside of this tent. It is the evening time. Look at the stars. If you can count the stars, your descendants will be like this. നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ നിന്റെ സന്തതിയും ഇങ്ങനെ. When I read years and years back in a book, one of the scholars said that at that point where Abraham stood, looked around and he could count 5,000 stars. Maybe true or false, I don't know. Okay? What I read, I'm just sharing it. Then God told that you bring this and this and these things. 2-3 ആടിനെയും പ്രാവിനെയും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ഡിസഗ്രി ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. Okay? And I'll tell you what it is. ഇതിനെല്ലാം പിളർന്നു വെച്ചു. He split the goats and everything. But the bird that he didn't split. And then Abraham and God getting into a treatment. What did Abraham ask? Who is going to be my heir? അതിന് ദൈവത്തോട് മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി കൊടുത്തിട്ട് ദേശത്തെയും
രാജാക്കന്മാരെയും എല്ലാം വാഗ്ദാനം ചെയ്യും. ഉടമ്പടിയിൽ നിന്നുകൊണ്ട്, ആ രക്തത്തിൽ നിന്നുകൊണ്ട് ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുക. നിങ്ങൾ ശാന്തമായിട്ട് അത് വായിച്ചു നോക്കണം. അപ്പോൾ നമ്മളവിടെ വായിക്കുന്ന എന്തൊരു ഒരു പക്ഷി വന്നു, റാഞ്ചൻ പക്ഷി വന്നു, ആബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, വട്ട് ഐ റെഡ് ഇറ്റ്, യു മേ നോട്ട് എഗ്രി വിത്ത് മീ. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഇടയിൽ ഒത്തിരി ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഒരു പാസ്റ്ററിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കുറേ മണിക്കൂറിലിരുന്ന് ആർഗ്യൂ ചെയ്താൽ. 4ാം തലമുറയെന്ന് പറഞ്ഞ് പുള്ളി പറയുന്നത് 4ാം തലമുറയൊന്നും അല്ല, 8ാം തലമുറയെ വന്നതെന്ന് പറയുന്നത്. ഐ ഡോണ്ട് നോ ഫ്രം വെർ ഹി ഗോട്ട് ദാറ്റ് വൺ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, ഗോഡ് ടോൾഡ് ദാറ്റ് യുവർ 4th generation വിൽ ബി ബാക്ക്. സോ ദ ബേർഡ് വൾച്ചർ, ഈ റാഞ്ചൻ പക്ഷി എന്ന് പറയുന്നത്, what I read it from a book, I'm just quoting it, okay? It's an unclean birds of prey. അതായത് ഈ ഇരയെ പിടിക്കുന്ന, കവർ ചെയ്യുന്ന, കൊള്ള ചെയ്യുന്നതായ ഒരു അശുദ്ധമായ ഒരു പക്ഷിയാണ് ഈ വൾച്ചർ എന്ന് പറയുന്നത്, ഈ റാഞ്ചൻ പക്ഷി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിംബലൈസസ് ദോസ് ഹു അൺജസ്റ്റ്ലി അറ്റാക്ക് ഏബ്രഹാംസ് ഹയേഴ്സ് എന്ന് പറഞ്ഞ് ഈ റാഞ്ചൻ പക്ഷി ആട്ടിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ, ഭാവിയിൽ അബ്രഹാമിൻ്റെ പിന്തലമുറകളെ അൺജസ്റ്റിലായിട്ട്, അനീതിയായിട്ട് ആക്രമിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിനെ കുറിച്ചൊക്കെ ഒത്തിരി ഡിഫറൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഞാൻ അതിനെ ഒന്നും ഖണ്ഡിക്കുന്നില്ല. നിങ്ങൾക്കിത് യോഗ്യമെന്ന് തോന്നുന്നെങ്കിൽ, കാരണം അവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് എന്ന് വായിച്ച ഭാഗമെന്ന്. ഓക്കെ, ഇപ്പോൾ അത് മനസ്സിലായോ? സന്തതി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ബിഫോർ ഐസക് ഈവൻ വാസ് ബോൺ, God promised, God made that covenant, your descendants will be in a foreign country for 400 years. But later it became a 430 years. That you come into the book of Galatians, you can read that one. So, and they will be persecuted there. Did that happen in their life? യോസേപ്പിനെ അറിയാത്ത ഒരു ഫറവോൻ വന്നു. ഇവരെവിടെ ഇരുന്നവരാ? പെഡസ്റ്റലിൻ്റെ ഏറ്റവും ഹയസ്റ്റിൽ ഇരുന്നവരാ. ആരാ? ഞങ്ങൾ യോസേപ്പിൻ്റെ സഹോദരന്മാരാ, യോസേപ്പിൻ്റെ ആ വംശത്തിൽപ്പെട്ടവരാ. പക്ഷെ യോസേപ്പിനെ അറിയാത്ത ഫറവോൻ വന്നു കഴിഞ്ഞപ്പം എങ്ങോട്ട് മാറി? അടിമകളായി മാറി. ദേ വർ പെർസിക്യൂട്ടഡ്, റൈറ്റ്? അപ്പോൾ ഈ റാഞ്ചൻ പക്ഷി ആട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ദൈവം അത് നേരത്തെ അവർക്ക് കൊടുത്ത് അബ്രഹാമിനോട് പറഞ്ഞിരിക്കുകയാണ്, കുഞ്ഞേ, എൻ്റെ ദാസനെ അബ്രഹാമേ, എൻ്റെ സ്നേഹിതനെ, നിൻ്റെ സന്തതി, നിനക്കിന്ന് സന്തതി ഉണ്ടായിട്ടില്ലെങ്കിലും നിൻ്റെ സന്തതി അവിടെ പോകും, അവിടെ വസിക്കും. ഇതെല്ലാം മുന്നേ കൂട്ടി ദൈവം അരുളി ചെയ്ത് അതുപോലെ നിവൃത്തിയായെന്ന് വരികിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ചെയ്യുന്ന ഉടമ്പടി അതൊന്നും ആർക്കും വ്യതിചലിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ഓൺ ദാറ്റ്. സോ ദാറ്റ് ഈസ് ഏബ്രഹാംസ് കവനൻറ്റ്. ഇനിയും അബ്രഹാമിനെ ദൈവം വിളിച്ചു ഓർമ്മിച്ചു. വെൻ ഏബ്രഹാം വാസ് കോൾഡ്, from where, what was his background? He was a middle-aged, settled, prosperous, aristocratic, polytheistic family man. സാധാരണ കുഗ്രാമത്തിൽ കിടന്നൊരു മനുഷ്യനെ അല്ല ദൈവം വിളിച്ച് ഓർത്തിരിച്ചത്, അറിയോ? ഓക്കെ, ഏബ്രഹാം വാസ് എ മിഡിൽ ഏജ് മാൻ. വെൻ ഹി വാസ് കോൾഡ് ഹി വാസ് 75 years old. ഇന്ന് നമുക്ക് 75 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായമാണ്. 60 ആകുമ്പോഴേ പറയും ഞാൻ എന്തായി, ഞാനിപ്പോൾ 65 വയസ്സുകാരനാണ്. നമ്മളെന്താ പറയും? പ്രായമായി, ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല. ആർക്കും പ്രായം പറയാൻ ഇപ്പം മടിയുമാണ്. എനിക്ക് ഒരു മടിയില്ല, ഞാൻ എപ്പോഴും പറയും. ഓക്കെ, പക്ഷെങ്കിൽ ഹി വാസ് എ വെരി പ്രോസ്പെറസ് മാൻ. വളരെ സമ്പന്നനായിരുന്നു. ഊരിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ വെരി സമ്പന്നനായിരുന്നു. അരിസ്റ്റോക്രാറ്റിക്, നമ്മൾ പലരും വീം പഠിക്കുന്ന പോലെ. എൻ്റെ കുടുംബം അറിയാമോ? ഞങ്ങൾ റോയൽ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ്. ഓക്കെ, അരിസ്റ്റോക്രാറ്റിക് ആൻഡ് പോളിത്തീസ്റ്റിക്, ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, ദിസ് വാസ് ഏബ്രഹാംസ് ബാക്ക്ഗ്രൗണ്ട്. ദെൻ വെൻ ദ ലോർഡ് സ്പോക്ക് ടു ഹിം, what did he do? He left everything. He left that whole background. Is that easy? 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മളൊരു വാക്ക് വായിക്കുന്നു. സോ ആ പ്രോമിസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ വേഴ്സ് നമ്പർ 4 is say that so Abraham left
Okay? So Abraham left. That means God told him, leave and be a blessing. നീ പോകുക, നീ ഒരു അനുഗ്രഹമായിരിക്കുക. God gave me promises there. What are the promises? It's all given there. So when in that background, God made the covenant with Abraham. ഇനിയും ഇവിടെ ഗോഡാണ്, ദൈവമാണ് ഈ കവനൻറ്റിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. 15-ാം അധ്യായത്തിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. കാളക്കുട്ടിയെ കൊണ്ടുവന്നു, ആട്ടുംകുട്ടിയെ കൊണ്ടുവന്നു, ഇതിനെല്ലാം പിളർന്നിട്ട് ആരാ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഓക്കെ, ചോദിച്ചതിനെല്ലാം ദൈവം മറുപടി കൊടുക്കാൻ വേണ്ടി ആ ഉടമ്പടിയിൽ പ്രവേശിക്കുക. ഞാൻ ഇതെല്ലാം നിനക്ക് ചെയ്തു തരാമെന്നുള്ളത്. ഈ ഉടമ്പടി കാര്യം എന്താണെന്ന് പറയുക, ഈ ഉടമ്പടി ലംഘിക്കുന്ന വ്യക്തി മൃഗത്തിൻ്റെ പിളർപ്പിൽ നിന്ന് ഉടമ്പടി ലംഘിച്ചാൽ ആ വ്യക്തി അതുപോലെ പിളർക്കപ്പെടുവാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, എന്നാൽ ഞാൻ ഉടമ്പടി ലംഘിക്കാൻ പാടില്ല. ഉടമ്പടിയിൽ പ്രവേശിക്കുന്ന വ്യക്തി ആരുമായിട്ട് ഉടമ്പടിയിൽ പ്രവേശിക്കുന്നുവോ ആ ഉടമ്പടി ലംഘിച്ചാൽ ഹി ഹാസ് ടു ബി സ്പ്ലിറ്റ് ഇൻ എ സച്ച് എ വേ. അതുപോലെ അപ്പോൾ ദൈവമാണ് ഇവിടെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അബ്രഹാമിന് വല്ലതും റെസ്പോണ്ട് ചെയ്തോ? നത്തിങ്. He just listened to that. അല്ലേ? അബ്രഹാം നന്നായി നിന്ന് കേട്ടു. പിന്നീട് അത് വരുന്നുണ്ട്. So then we come to, I'm going to skip a lot of my notes that I prepared on that one. The third covenant that we see is later on that we see is in the Mount Sinai with Moses. Okay, Exodus chapter 19-24. When you read that, and God is entering into a covenant with Moses. That covenant is known as Mosaic covenant. Okay, Noah's covenant, Abrahamic covenant, Mosaic covenant. Okay, what was the sign here? Noah's covenant, God gave me rainbow. Okay, Abrahamic covenant, he gave the promise and all the responsibilities on that one, and the circumcision. That was a covenant. That's a symbol. Now here, when God entered into a covenant with Moses, it told that Sabbath. കൽപ്പന കൊടുത്തു പറഞ്ഞു, ശബ്ബത്ത് നാളിൽ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. So that is chapter 19-24. Okay, when you read that one, you can read that God is giving a lot of commandments, lot of information is there. So the sign of Sabbath, it addressed how Israel would be a chosen people of God. The summarized part of that one is, when God entered into a covenant with Moses, it is expected how these people need to be, and that God has chosen them. അതുകൊണ്ടാണ് പിന്നീട് വരുമ്പോൾ, നിങ്ങൾ ജാതിയിൽ വലിയ ആൾക്കാരൊന്നും ആയതുകൊണ്ടല്ല, നിങ്ങൾ ചുരുക്കം പേരായിരുന്നു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. So this covenant took in the form of a Suzerain vassal treaty. Okay, there's a treaty in the ancient Near Eastern world that is there. I will tell you, give a definition about that one. This covenant took the form of a Suzerain vassal treaty. What is Suzerain vassal treaty? Suzerain vassal treaty is a historical agreement between a superior power and a subordinate one. ഈ സുസേറിയൻ ട്രീറ്റി എന്ന് പറയുന്നത് ഉന്നത അധികാരത്തിലിരിക്കുന്നൊരു വ്യക്തിയും താഴെ നിലവാരത്തിലുള്ളൊരു വ്യക്തിയും തമ്മിലുള്ളതായ ഒരു ഉടമ്പടിയാണ്. ഓക്കെ, ഏൻഷ്യൻ്റ് വേൾഡിൽ അത് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. So in this treaty, while they are getting in the treaty, the superior person give the protection and the benefits. The higher person, the person who is the superior, tell you that I will give you protection and I will give you all the benefits. So what is the other side that is expected? The vassal, the lower person, pledges, I'll be loyal to you. Okay, മനസ്സിലായല്ലോ? അപ്പോൾ ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോഴും ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? ദൈവത്തോട് നമ്മൾ ലോയലായിരിക്കണം, ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമുക്ക് സംരക്ഷണം നൽകുമ്പോൾ, ദൈവം നമുക്ക് നന്മകൾ നൽകുമ്പോൾ നമുക്ക് തിരിച്ച് കർത്താവിന് എന്ത് കൊടുക്കുവാൻ കഴിയും? ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കൽ നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. വി ഓൾ മേഡ് എ കവനന്റ് വിത്ത് ഗാഡ്. വിത്ത് അവർ ഹാർട്ട്, വിത്ത് അവർ മൗത്ത്, വി മേഡ് എ കവനന്റ് വിത്ത് ഗാഡ്. വാട്ട് വാസ് ദാറ്റ്? വാട്ട് വാസ് യുവർ കവനന്റ് ദാറ്റ് യു മേഡ് വിത്ത് ഗാഡ്? നിങ്ങൾ ആരും ഓർക്കുന്നില്ലായിരിക്കും ഇല്ലേ?
ആ രക്ഷിക്കപ്പെട്ട നാളിൽ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്താ? റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഐ വിൽ ലീവ് ഫോർ യു, ഐ വിൽ ബി ഫെയ്ത്ത്ഫുൾ ടു യു, ഐ വിൽ ബി ലോയൽ ടു യു. And God said, I will bless you, I will never leave you nor forsake you, I'll be with you even until the end of the ages. ആ ഉടമ്പടി അവിടെ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ സമയം ദൈവത്തെ ആരാധിക്കാൻ വളർന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഉടമ്പടിയുമായിട്ട് കർത്താവ് അവിടെ നിൽക്കുന്നുണ്ട്. How far you are loyal to my Lord and Savior Jesus Christ? Let me give you one thing on that one. Jacob made a covenant with God in Genesis chapter 28. Right? എൻ്റെ യാത്രയിൽ എന്നോട് കൂടെ ഇരിക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം നൽകുകയും എനിക്ക് പാർക്കുവാൻ പാർപ്പിടം നൽകുകയും എനിക്ക് വേണ്ടിയതെല്ലാം നൽകി തന്നെ എന്നെ ക്ഷേമത്തോടെ മടക്കി വരുത്തിയാൽ ഞാൻ തലയണയായി വെച്ച ഈ കല്ല്, God didn't ask anything to him, but he made it. He entered into a covenant with whom? With God. Okay. He went to Padanaram. He was blessed. I returned. What was supposed to do? എന്തായിരുന്നു ചെയ്യേണ്ടത്? എവിടെ പോകണമായിരുന്നു? ആ ബഥേലിൽ പോകണമായിരുന്നു. He didn't go. ഭാര്യ അപ്പൻ്റെ കുടുംബ വിഗ്രഹം എടുത്തുകൊണ്ട് വന്നു. അപ്പം വന്നപ്പോൾ അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, എന്തെല്ലാം കള്ളത്തരം കാണിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് യാബൂക്കടവിൻ്റെ തീരത്ത് വെച്ച് ഒരു രാത്രി മുഴുവൻ ഒരു പോരാട്ടം. ഹോശേപ്രവെന്ന് പറയുന്നത് അവൻ പ്രാർത്ഥനയിൽ പോരാടി, ദൂതനോട് പോരാടി ജയിച്ചവനാണ്. He was fought with the angel and he win it. Okay. ചേട്ടനോട് പറഞ്ഞു ഞാൻ പുറകെ വന്നേക്കാം, പക്ഷേ ഇവൻ എങ്ങോട്ടാണ് പോയത്? സൂക്കോത്തിലോട്ട് പോയി. സൂക്കോത്തിൽ പോയിട്ട് എന്ത് സംഭവിച്ചു? മക്കൾ കൊലയാളികളായി. Are you with me? ഉടമ്പടി ഇവിടെ കിടപ്പുണ്ട്, ബഥേലിൽ കിടപ്പുണ്ട്. 35 അധ്യായത്തിൽ ദൈവം വന്നപ്പോൾ ദൈവം പറഞ്ഞു, when you come to Genesis chapter 35, get up, go to Bethel. നിൻ്റെ കഷ്ടകാലത്ത് നീ എന്നോട് ചെയ്ത ഒരു ഉടമ്പടി ഉണ്ട്. നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. Sanctify yourself. Go to Bethel. What you vowed to me, do it there. ദൈവമക്കളെ, ഇന്ന് രാവിലെ സമയം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടി പാലിക്കുക നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, നേർച്ച നേർന്നാൽ നിവർത്തിക്കണം. If you ever entered into a covenant with God, God is still standing there. If God entered into a covenant with you and me, I need to be loyal to my God. എൻ്റെ ദൈവത്തോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കണം. എൻ്റെ ദൈവത്തോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കണം. ദാവീദ് പറയുന്ന, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? സകല ഉപകാരങ്ങൾ. ഒരു വർഷത്തിൻ്റെ അവസാനം we are coming to the last days of 2025. If God has done something to you, if God protected you, if God saved your life from an accident, what can you give it to God? Where is your covenant with God that you made it years and years back? Okay, so let me go on that. That is a Caesarean treaty. Then this covenant, when you can read that, when God made this covenant with the people, established between a great king and a loyal subject. Exodus chapter 20 verses 1 to chapter 23 verse 33. 20 അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ 23 അധ്യായത്തിൻ്റെ 33 വാക്യം വായിക്കുമ്പോൾ അവിടെ സീനായി കവനൻ്റ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഓരോ കവനൻറ്റും എടുത്ത് നമുക്ക് ഒത്തിരി വിശദമായിട്ട് പഠിക്കാനുണ്ട്, ഓരോ പാട്ടും എടുത്തിട്ട്. ഓക്കെ. Then another covenant, next covenant was renewed in Deuteronomy and Joshua. Okay, the same covenant, Mosaic covenant, is also renewed in Deuteronomy. When you read the book of Deuteronomy, God is talking to Moses and Moses is giving everything. Then finally that covenant is renewed in the book of Joshua, chapter 24 verses 1 to 28. Joshua ആ ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട്, ഓക്കെ,
for me and my family would serve the Lord. Okay? And then the people say, yes, we will serve the Lord. They renewed that one. Okay? That's another one. So the renewal focused on God's promise of land, and Israel would conduct itself while inhabiting the land. So this, when they renewed that covenant with the God, what was the expectation? God promised the land. This land, I'll give it to you and your descendants. നിനക്കും നിൻ്റെ സന്തതിക്ക്, അത് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്തതായ ഉടമ്പടി ഇവിടെ ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് പറയുകയാണ്. when you inhabit, when you possess this land, how you need to live in this country. അത് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഓക്കെ? സോ ത്രൂ ദ കവനന്റ് വിത്ത് ഗാഡ്, with Israel, God affirmed that He was their God and they were His people.